കൊച്ചിയിൽ കനത്ത മഴ തുടരുകയാണ്. എറണാകുളം ജില്ലയിലെ പല ഭാഗത്തും വെള്ളക്കെട്ട് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം കളമശ്ശേരിയിലെ മൂലപ്പാട്ടിലാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം 400-ലധികം വീടുകളിലാണ് കഴിഞ്ഞ ദിവസം വെള്ളം കയറിയത്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി. അപ്പോൾ വീണ്ടും ഇവിടെ ഇന്ന് രാവിലെ മുതൽ ഇവിടെ ശുചീകരണ പരിപാടികളടക്കം സ്വന്തം നിലയിൽ ഇവിടുത്തെ ആളുകൾ ആരംഭിച്ചിരുന്നതുമാണ്. അപ്പോഴാണ് ഇപ്പോൾ വീണ്ടും വൈകിട്ടത്തെ മഴയിൽ വീണ്ടും ഇവിടെ ഇപ്പോൾ തന്നെ ഒരു അരയ്ക്കൊപ്പം വെള്ളം ഇവിടെ കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ മഴ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ വലിയ തോതിലുള്ള ആശങ്കയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. നിലവിലിവിടെ ഫയർഫോഴ്സിൻ്റെ സ്ക്യൂബ ടീം ഇവിടെ എത്തി ആളുകളെ അടക്കം ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്തെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്, മറ്റൊരു ഭാഗത്തെ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തെ വൈദ്യുതി അത് ഭാഗികമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ വെള്ളക്കെട്ടിനെയും ഇങ്ങനെ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ കൂടുതൽ ഉയരത്തിലേക്ക് ഈ വെള്ളം പൊങ്ങും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് പോകും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ, ഫ്രിഡ്ജും അല്ലെങ്കിൽ ടി വിയും ഇൻവെർട്ടർ അടക്കമുള്ള ഉപകരണങ്ങളടക്കം മിക്ക വീടുകളിലും 8-10 ലക്ഷം രൂപയുടെ നാശനഷ്ടമായ വീടുകളുണ്ട്. ഒപ്പം തന്നെ വാഹനങ്ങൾക്ക് വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചു. എഞ്ചിനടക്കം വെള്ളം കയറി വാഹനങ്ങൾക്ക് വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം ഒഴുകി പല വീടുകൾക്കുള്ളിലേക്കും കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ കളമശ്ശേരി പ്രത്യേകിച്ച് മന്ത്രി പി രാജീവിൻ്റെ മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഈ മന്ത്രിയുടെ ഓഫീസിന് തൊട്ടരികിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തന്നെ അഴയ്ക്കൊപ്പം അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട്. മഴ ഇങ്ങനെ ശക്തമായി ഇപ്പോഴും തുടരുകയാണ്. ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള പ്രത്യാഘാതം സൃഷ്ടിക്കും.